കഴിച്ചു. അദ്ദേഹം ചോദിച്ചതിൻ്റെ ഒരു അനുബന്ധ ചോദ്യമാണ് എനിക്ക് ചോദിക്കുന്നത്. നാളെ ഖിയാമത്ത് നാളിൽ ഈ ഷിർക്കിനെ അവരെ നിഷേധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വിഗ്രഹങ്ങളാണെങ്കിൽ അതെങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? വിഗ്രഹങ്ങളെ അള്ളാഹു തആല ജീവൻ നൽകിയിട്ട് ഇവരെ നിഷേധിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിനെതിരിൽ അവരെ ഒന്നുകൂടി വഷളാക്കാൻ വേണ്ടി അള്ളാഹു ഹാജരാക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. അതിന് വിഗ്രഹങ്ങൾക്ക് ജീവൻ നൽകിയിട്ട് അവരെ കൊണ്ടുവരും. എന്നിട്ട് മിണ്ടാത്ത വിഗ്രഹങ്ങളെ അള്ളാഹു അവിടെ വെച്ച് സംസാരിപ്പിക്കും ഇവരെ വഷളാക്കാൻ. ഇത് തീർന്നല്ലോ. സൂറത്തുൽ ഫാത്തിറിൽ ഖബറിൽ ഉള്ളവനെ നീ കേൾപ്പിക്കുന്നവനല്ല എന്നൊരു ആയത്ത് ഞാനിങ്ങനെ പരിഭാഷ വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ കൂടെ ഒരു സാഹചര്യം, ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നുണ്ട്. ഇബ്നു കസീർ ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇബ്നു കസീർ റൂം സൂറത്ത് 52-ാമത്തെ ആയത്ത് 3409. ഇവിടെ 3409 റൂം സൂറത്ത് 52-ാമത്തെ ആയത്ത്. ഇന്നക ലാ തുസ്മിഉൽ മൗത്ത്. വമാ നിങ്ങളല്ലേ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന ആയത്തിന്റെ ഉദ്ദേശം വമാ അൻത നബിയെ തങ്ങളല്ല, ബിമുസ്മിഇൻ തങ്ങളുടെ ഈമാൻ കൊണ്ടുള്ള ആഹ്വാനത്തെ സ്വീകരിപ്പിക്കാൻ കഴിയുന്നവരല്ല, മൻ ഫിൽ ഖുബൂർ ഈ ഖബറാളികളെ പോലുള്ളതായ മുശ്രിക്കുകളോട്. ഈ ഖബറാളികളെ പോലുള്ള മുശ്രിക്കീങ്ങളെ കേൾപ്പിക്കാൻ, അതായത് പറഞ്ഞതനുസരിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയൂല എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ മൗത്ത ശവങ്ങൾ, മംഫിൽ ഖുബൂർ ഖബർ കിടക്കുന്ന ശകടങ്ങൾ എന്നൊക്കെ അള്ളാഹു തആല സദൃശപ്പെടുത്തിയിട്ട് ആലങ്കാരികമായിട്ട് മക്കത്തെ മുശ്രിക്കുകളെ വിളിച്ച ചീത്തപ്പേരുകളാണ്. അപ്പൊ മംഫിൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അകത്തുള്ള ഔലിയാക്കൾ എന്നല്ല അതിന്റെ അർത്ഥം. ഇത് ഇമാം ഇബ്നു കസീർ തന്നെ, അതായത് ഇബ്നു തീമിയയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. അതുകൊണ്ടാണ് ഇബ്നു കസീറിനെ ഉദ്ധരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ ഇബ്നു തീമിയ ഈ തരം വിദണ്ഡവാദങ്ങളെല്ലാം ഉദ്ധരിച്ചിട്ടും അതിലൊന്നും പെടാതെ അഹ്ലുസുന്നത്തിന്റെ അഖീദ ശരിക്ക് വിശ്വസിക്കുന്ന ഇബ്നു കസീർ എന്നവർ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ആയത്തുകൊണ്ട് മരണപ്പെട്ടവരുടെ കേൾവി നിഷേധിക്കാൻ പറ്റൂല, ഖബറുള്ളവരുടെ കേൾവി നിഷേധിക്കാൻ പറ്റൂല. അനേകം ഹദീസുകൾ തെളിയിച്ചിട്ടുള്ളതാണ് ആ കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ആയത്തിന് വിരുദ്ധമായി സംസാരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ ആയത്തിൽ ഖബറാളികൾ കേൾക്കൂല എന്ന് പരാമർശമില്ല, മരിച്ചവർ കേൾക്കൂല എന്ന് പരാമർശമില്ല, ചത്തവരെ പോലുള്ള ഈ കാഫറുകൾ കേൾക്കൂല, ഖബറിന്റെ അകത്തെ ശകടങ്ങൾ കേൾക്കൂല എന്ന് അള്ളാഹു ആലങ്കാരികമായി മക്കയിലെ മുശ്രിക്കുകളായ കാഫിരീങ്ങളെ പറഞ്ഞതാണ്. ഈ കേൾവിയുടെ തന്നെ അർത്ഥം കാതുകൊണ്ട് കേൾക്കുന്നതല്ല. പറഞ്ഞാൽ കേൾക്കൂല എന്നറിയില്ലേ അനുസരിക്കുന്നതിനെ കുറിച്ച്. ഈ അനുസരണം എന്ന കേൾവിയാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീർ 3409 വിവരിക്കുന്നുണ്ട്. സൂറത്തു റൂമിലെ 52-ാം ആയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ. ഈ ഫാത്തിറിലുണ്ടെങ്കിലും അങ്ങനെ തന്നെ അർത്ഥം വേണോ പദം വേണോ? ഈ തഫ്സീറിൽ 423-ാം പേജിൽ. മനസ്സിലായില്ലേ?